അപ്പോൾ ഒത്തിരി നേരം ഇരുന്നിട്ടുണ്ട് ഈ റെക്കോർഡ് ഞാൻ ശരിയാക്കുന്നത്. ശരിയാവോ അതറിയില്ല. അപ്പോൾ ഇന്ന് ഭരണിക്കാവിലേക്കാണ് യാത്ര. ഭരണിക്ക് പോകാൻ പറ്റില്ല ഉണ്ണികളെയും കൊണ്ട്, അതുകൊണ്ടിട്ട് ഭയങ്കര തിരക്കും കാര്യങ്ങളും അല്ലേ. അപ്പം ഇന്ന് ഭരണി കഴിഞ്ഞിട്ട് വൈകുന്നേരം പോകാമെന്ന് വെച്ച്, കാവ് തീണ്ടലൊക്കെ കഴിഞ്ഞ് അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വെച്ച്. അപ്പം അങ്ങനെ പോകാൻ ഇറങ്ങിയതാണ് കേട്ടോ. പാലപ്പെട്ടി അമ്പലത്തിൽ നിന്ന് മേടിച്ചെന്ന കൂടും കമ്മലുമാണ്. എനിക്ക് കൂടാണ് ഭയങ്കര ഇഷ്ടം. എനിക്ക് സ്റ്റഡ് അങ്ങനെ അത്രയ്ക്ക് ഇഷ്ടമില്ല. ഇതാണെങ്കിൽ ഞാൻ കൂടിടുള്ളൂ കേട്ടോ. അപ്പോൾ ഐസ്ക്രീമൊക്കെ കഴിച്ച്, ഭരണിക്കാവിൽ വന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് കോൺടോപ്പ് ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ ശിവാനിക്ക് കൊടുത്തു. അപ്പോൾ എനിക്ക് ഐസ്ക്രീം വേണ്ടാന്ന് പറഞ്ഞു, അവരോട് തിന്നോളാൻ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് അമ്പലത്തിൻ്റെ നടയിലേക്കാണ് വന്നത്. അമ്പലത്തിൻ്റെ നടയിലേക്ക് വന്ന് അങ്ങനെ പൈസ എത്ര ഉണ്ടെന്നൊന്നും ഞാൻ എണ്ണൂല, എന്നാലും കയ്യിൽ കിട്ടിയ അത്ര പൈസ ഞാൻ ഇട്ടിട്ടുണ്ട്, ചില്ലറ പൈസ. അപ്പോൾ എന്ത് വിഷമമായാലും സങ്കടമായാലും അമ്മയുടെ അടുത്ത് പോയി ഇരുന്ന് പറഞ്ഞ് സമാധാനത്തോടു കൂടി കുടുംബത്തേക്ക് വരാം. എനിക്കങ്ങനെ എൻ്റെ കാലത്തൊരു 9 മണിയോടുകൂടി ദേവിയുടെ നടയിൽ പോയി ദൈവനൊന്ന് തൊഴുത് അങ്ങനെ നമ്മുടെ ഊട്ടുപുരയിൽ പോയി ഊണ് കഴിച്ച് ഒരു 5 മണി വരെ ആളിൻ്റെ അവിടെ ഇരുന്ന് സമാധാനത്തോടു കൂടി കുടുംബത്തേക്ക് പോരണം. അപ്പോൾ എനിക്കതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഈ കടയിലൊരു പെൺകുട്ടി ഉണ്ട്, സൂം ചെയ്ത് ഞാൻ, പക്ഷെ അതിനെ കാണുന്നുണ്ടോന്നോ, അതാ പെൺകുട്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, നല്ല രസമുണ്ട് അതിൻ്റെ മുഖം കാണാനായിട്ട്. അപ്പോൾ ഒത്തിരി ഡ്രസ്സുകളുണ്ട് ഇവിടെ, പാവാടയും ബനിയനും പാവാടയും കാലും. എനിക്കത് പൈസ ഉണ്ടായിരുന്നില്ല കേട്ടോ, എന്നാലും ഞാൻ പറഞ്ഞു ചേട്ടനോട് മേടിച്ചു തരാമെന്ന് ചേട്ടൻ പറഞ്ഞു. അങ്ങനെ തന്നെ ഷെഡിലേക്ക് വന്ന്, ഇത് അളിയൻ്റെ ലൈറ്റാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് കറണ്ട് കൊടുക്കണത്. കണ്ടോ ഈ ഷെഡിൽ നിന്ന് എവിടെ സൈഡ് തരുമോ, അപ്പുറത്തെ സൈഡിൽ നിന്നാണ് കേട്ടോ കറണ്ട് കൊടുക്കണത്. എല്ലായിടത്തേക്കും കറണ്ട് ഷെഡിൽ നിന്നാണ് കേട്ടോ കൊടുക്കാം. അപ്പോൾ ഞാനൊരു ബാഗ് മേടിച്ച് തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ബാഗ് മേടിച്ചോളാൻ പറഞ്ഞു. ബാഗും മേടിച്ച് ശിവാനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇട്ടോട്ടെ എന്ന് വെച്ചപ്പോൾ ഇട്ടോളാൻ പറഞ്ഞു ഞാൻ. അപ്പോൾ പിരിവിന് പോവുകയാണ് ചേട്ടൻ. ദിയക്കുട്ടി ഒട്ടും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അച്ഛൻ്റെ കൂടെ പോകണമെന്നും പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു നീയും കൂടെ വാലാണ്ട് ശരിയാവില്ല എന്ന് പറഞ്ഞു. ഈ പള്ളി ഈ റോഡ് പണിക്ക് വേണ്ടിയിട്ട് പൊളിച്ചാണ് ഇപ്പോൾ പുതുക്കി പണിത്. സന്തോഷമായിട്ട് എനിക്ക്.